Look, I just got the letter on Friday, and I didn't know how to tell you. I'm really happy for you. Okay? Okay. Let's go have some fun. Hello guys, welcome back. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുമ്പോൾ പറഞ്ഞാൽ പ്രീമിയം വെഡ്ഡിംഗ് പ്രീസെസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ VN പ്രീസെസിൻ്റെ പാർട്ട് 9. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പ്രീമിയം ലെവൽ വെഡ്ഡിംഗ് പ്രീസെസിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 5 പ്രീമിയം വെഡ്ഡിംഗ് പ്രീസെസാണ് തരുന്നത്. അപ്പോൾ ഈ 5 പ്രീമിയം വെഡ്ഡിംഗ് പ്രീസെസും 5 വൈബിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിലെല്ലാം അപ്ലൈ ചെയ്യുന്ന ടൈമിലായിട്ട് നിങ്ങളുടെ ആ ഒരു വെഡ്ഡിംഗ് വീഡിയോയ്ക്ക് ഏതാണ് ചേരുന്നതെന്നുള്ളത് ഓരോന്ന് ഇട്ട് നോക്കി സെലക്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ നിങ്ങളുടെ ആ ഒരു വെഡ്ഡിംഗ് വീഡിയോയ്ക്ക് ചേരുന്ന ഏതൊരു പ്രീസെറ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോന്ന് ഇട്ട് നോക്കി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തായിട്ട് ഇത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോകുന്ന ടൈമിലായിട്ട് അവിടെ ഞാൻ ട്രെയിലിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രെയിലിംഗ് ക്ലിക്ക് ചെയ്ത് ക്രോം ബ്രൗസറിൽ പോയതിന് ശേഷം ഞാൻ നിൽക്കുന്ന ആ ഒരു സിഫ് ഫയൽ ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് എടുക്കുക. അപ്പോൾ ഞാൻ നിൽക്കുന്ന ആ ഒരു സിഫ് ഫയൽ നിങ്ങൾ ഡൗൺലോഡ് എടുത്തതിന് ശേഷം അടുത്തായിട്ട് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്ത ടൈമിലായിട്ട് അവിടെ ഒരു പാസ്വേഡ് റെക്കോർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാസ്വേഡ് ഈ വീഡിയോയിൽ എവിടെയെങ്കിലും കാണിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ വീഡിയോസിന് വേണ്ടി കാണാം. അപ്പോൾ പാസ്വേഡ് എല്ലാം അടിച്ച് എക്സ്ട്രാക്ട് ചെയ്ത ടൈമിലായിട്ട് അവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആകുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഫോൾഡറിനകത്ത് കയറി നോക്കുന്ന ടൈമിലായിട്ട് നമ്മുടെ ആ ഒരു 5 പ്രീമിയം ലെവലിലുള്ള വെഡ്ഡിംഗ് പ്രീസെസ് നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ ഇനി അടുത്തായിട്ട് ഇത് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു VN എഡിറ്ററിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു VN എഡിറ്റർ ആദ്യം ഓപ്പൺ ചെയ്യുക. VN എഡിറ്റർ ഓപ്പൺ ചെയ്യുന്ന ടൈമിലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇന്റർഫേസ് ആയിരിക്കും കാണും. ഇവിടെ നിങ്ങൾ താഴത്തെ ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ പ്രൊജക്റ്റിൽ പോകുന്ന ശേഷം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ഉള്ള ഏതൊരു വെഡ്ഡിംഗ് വീഡിയോ ആണോ ആ ഒരു വെഡ്ഡിംഗ് വീഡിയോ സെലക്ട് ചെയ്ത് ജസ്റ്റ് നിങ്ങൾ ആ ഒരു താഴത്തെ ആരോ എടുത്ത് നിങ്ങൾ ഇങ്ങനത്തെ ഇന്റർഫേസ് വരിക. അപ്പോൾ ഇങ്ങനത്തെ ആ ഒരു ഇന്റർഫേസിൽ വരുന്ന ടൈമിലായിട്ട് താഴോട്ട് പോകുന്ന ടൈമിലുള്ള ഫിൽറ്റേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാതായിരിക്കും. അപ്പോൾ ആ ഒരു ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുന്ന ടൈമിലായിട്ട് ഒരു കസ്റ്റം പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിരിക്കും. അപ്പോൾ ആ ഒരു കസ്റ്റം പ്ലസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനിൽ പോകുന്ന ടൈമിലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇന്റർഫേസ് ആയിരിക്കും കാണാം. അപ്പോൾ ഈ ഇന്റർഫേസിൽ നിങ്ങൾ അടുത്തായിട്ട് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ റൈറ്റ് സൈഡിൽ മുകളിലോട്ട് പോകുന്ന ടൈമിലായിട്ട് ഒരു പ്ലസ് ഐ കാണാതായിരിക്കും. അപ്പോൾ ആ ഒരു പ്ലസ് ഐയിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ മാനേജർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിൻ്റെ ഫയൽ മാനേജറിൽ എവിടെയാണ് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ആ ഒരു ഫോൾഡർ കിടക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് ഓരോ പ്രീസെറ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് ഞാനിപ്പോൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇമ്പോർട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ബാക്ക് ഇറങ്ങി ആ ഒരു കസ്റ്റം പ്ലസിൻ്റെ അടുത്തായിട്ട് നോക്കുന്ന ടൈമിലായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത പ്രീസെറ്റ് അവിടെ തന്നെ കാണുന്നുണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു വീഡിയോസിലോട്ട് അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് അതിൽ 1 ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോസിലെല്ലാം അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിലോട്ട് കിടക്കുന്ന ആ ഒരു അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും കറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട് പാസ്വേഡ് കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പാസ്വേഡ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമാറ്റിക് ബാറിലാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു സിനിമാറ്റിക് ബാറിലാണ് പാസ്വേഡ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന ടൈമിൽ പിൻ ചെയ്ത് വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടത്തില്ല. നിങ്ങൾ പിൻ ചെയ്യാതെ നോർമൽ സൈസ് അതായത് ഇതിൻ്റെ ഒറിജിനൽ സൈസായ 60 ആണെന്ന് പറഞ്ഞാൽ ആ ഒരു സൈസ് ഇട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പിൻ ഒന്നും ചെയ്യാതെ ഇത് കണ്ടു വെക്കുക. നിങ്ങൾക്ക് എന്തായാലും പാസ്വേഡ് കിട്ടുന്നതായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ പാസ്വേഡ് 1 സെക്കൻഡേ കാണിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും അലർട്ടായിട്ട് ഇരുന്നാലേ നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെങ്ങനെ യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് തന്നെ ഇരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ലൈക്ക് അടിക്കുക. പിന്നെ അതിന് പുതിയതായിട്ടാണ് നമ്മുടെ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മളിത് കണക്കത്തെ ഫിലിം മേക്കർ റിലേറ്റഡ് കൺസേൺ വരും. അപ്പോൾ ഫിലിം മേക്കർ റിലേറ്റഡ് കൺസേൺ താല്പര്യമുള്ളവരും ഇഷ്ടമുള്ളവരും തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചാനലിനോട് ഷെയർ ചെയ്ത് പിന്നെ അടുത്തൊരു ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ തന്നെ വേണ്ടി ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ഫിലിം മേക്കർ റിലേറ്റഡ് കണ്ടിട്ട് തന്നെ കാണാം. സോ അതുവരെ